ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജോബ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന UPSC ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് നോട്ടിഫിക്കേഷൻ ആണ്. ഇതുപോലുള്ള ലേറ്റസ്റ്റ് ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദി ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഓഫ് ദി നോട്ടിഫിക്കേഷൻ. നമുക്കെല്ലാവർക്കും അറിയാം, UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് ഈ നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുള്ളത്. ലാസ്റ്റ് ഡേറ്റ് ഫോർ അപ്ലിക്കേഷൻ 8/10/2024. കമ്മീഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റും കൊടുത്തിട്ടുണ്ട്, upsc.gov.in. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഹൗ ടു അപ്ലൈ, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. UPSC കഴിഞ്ഞ വർഷം തൊട്ട് വൺ ടൈം രജിസ്ട്രേഷൻ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യമായി എല്ലാ കാൻഡിഡേറ്റ്സും വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ സ്വന്തം പ്രൊഫൈലിൽ കയറിയതിനു ശേഷം നമുക്ക് വേണ്ട ജോലി അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 15/10/2024 വരെ മോഡിഫൈ ചെയ്യാവുന്നതാണ്. വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ മോഡിഫൈ ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ 8/10/2024 വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. പെനോൾട്ടി ഉണ്ടായിരിക്കുന്നതാണ്, നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. 1/3 ആയിരിക്കും നെഗറ്റീവ് മാർക്ക്. നെക്സ്റ്റ് വൺ, ഫെസിലിറ്റേഷൻ കൗണ്ടർ ആൻഡ് വെബ്സൈറ്റ് ഫോർ ഗൈഡൻസ് ഓഫ് കാൻഡിഡേറ്റ്സ്. ടെലിഫോൺ നമ്പർ, കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ 10 മണി മുതൽ 5 മണി വരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. റിക്രൂട്ട്മെന്റ് ഓഫ് ദ റിസൾട്ട് ഓഫ് ദിസ് എക്സാമിനേഷൻ വിൽ മേക്ക് ദിസ് സർവീസ്. 4 സർവീസ് കൊടുത്തിട്ടുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. ഈ 4 സർവീസുകളിലേക്കായിരിക്കും ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് ലാസ്റ്റ് പോസ്റ്റ് അലോക്കേഷൻ ഈ 4 സർവീസുകളിലേക്കായിരിക്കും ഉണ്ടാവുക. നെക്സ്റ്റ് വൺ, ടോട്ടൽ നമ്പർ ഓഫ് വാക്കൻസീസ് അപ്രോക്സിമേറ്റ്ലി 232. ഔട്ട് ഓഫ് 232, 12 vacancies reserved for PWD candidates, 7 for locomotor disability, 5 vacancy for hard of hearing PWD candidates. ഫസ്റ്റ് വൺ കാറ്റഗറി സിവിൽ എഞ്ചിനീയറിംഗ്. അതിൽ തന്നെ ഏകദേശം 8ഓളം സർവീസുകളുണ്ട്. സെൻട്രൽ എഞ്ചിനീയറിംഗ് സർവീസ്, സെൻട്രൽ എഞ്ചിനീയറിംഗ് സർവീസ് റോഡ്, സർവേ ഓഫ് ഇന്ത്യ, ഗ്രൂപ്പ് എ സർവീസ്, AE സർവീസ്, സെൻട്രൽ വാട്ടർ എഞ്ചിനീയറിംഗ് സർവീസ്. കാറ്റഗറി 2 മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇന്ത്യൻ ഡിഫൻസ് സർവീസ് ഓഫ് എഞ്ചിനീയേഴ്സ്, ഇന്ത്യൻ നേവൽ ആർമമെന്റ് സർവീസ്, സെൻട്രൽ പവർ എഞ്ചിനീയറിംഗ് സർവീസ്. അങ്ങനെ ഒരുപാട് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. തേർഡ് കാറ്റഗറി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ഫസ്റ്റ് വൺ, ഇന്ത്യൻ ഡിഫൻസ് സർവീസ് ഓഫ് എഞ്ചിനീയറിംഗ്, ഡിഫൻസ് എയറോനോട്ടിക്കൽ ക്വാളിറ്റി അഷുറൻസ്, ഇന്ത്യൻ സ്കിൽ ഡെവലപ്മെന്റ് സർവീസ്, അസിസ്റ്റന്റ് ഡയറക്ടർ ഗ്രേഡ് 2. ഇതുപോലുള്ള ഗ്രൂപ്പ് എ പോസ്റ്റുകളായിരിക്കും ഈ 232 വാക്കൻസികളിൽ ഉണ്ടാവുക. ലാസ്റ്റ് സർവീസ് ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. ഇന്ത്യൻ സ്കിൽ ഡെവലപ്മെന്റ് സർവീസ്, ഇന്ത്യൻ റേഡിയോ റെഗുലേറ്ററി സർവീസ് ഗ്രൂപ്പ് എ, അസിസ്റ്റന്റ് ഡയറക്ടർ ഗ്രേഡ് 2. നെക്സ്റ്റ് വൺ, സെന്റർ ഓഫ് എക്സാമിനേഷൻ എഞ്ചിനീയറിംഗ് സർവീസ് പ്രിലിമിനറി. അതിൽ കേരളത്തിൽ തിരുവനന്തപുരം, കൊച്ചിൻ, ഈ 2 സെന്റർ ആയിരിക്കും കേരളത്തിൽ ഉണ്ടാവുക. അതിനുശേഷം ബാംഗ്ലൂർ ആയിരിക്കും തൊട്ടടുത്തായിട്ട് സെന്റർ ആയിട്ട് ഉണ്ടാവുക. കേരളത്തിന് അടുത്തായിട്ട് ബാംഗ്ലൂരും കൂടി സെന്റർ ആയിട്ട് ഉണ്ടാവും. സെന്റർ ഓഫ് എഞ്ചിനീയറിംഗ് സർവീസ് മെയിൻസ് എക്സാമിനേഷന് ഒരൊറ്റ എക്സാമിനേഷൻ സെന്ററേ കേരളത്തിലുള്ളൂ, തിരുവനന്തപുരം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, മെയിൻസ് എക്സാമിനേഷന് ഓൺലി 1 സെന്റർ ഇൻ കേരള, തിരുവനന്തപുരമാണ് ഉണ്ടാവുക. നെക്സ്റ്റ് വൺ, ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 21 to 30 years ആണ് ഏജ് ലിമിറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതിൽ റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. 35 years വരെ ഗവൺമെന്റ് സർവീസിലുള്ള ആളുകൾക്ക് 35 years വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. Maximum 5 years relaxation for SC/ST candidates, 3 years relaxation for OBC candidates, 3 years relaxation for defense service personnel, 5 years relaxation for ex-servicemen, up to maximum 5 years for ECOSS/COS candidates, up to 10 years for PWD candidates. Next important one, education qualification ആണ്. Obtained a degree in engineering from a university incorporated by Act of Central or State Legislative Assembly. Passed selection A and B of the institution examination of Institution of Engineers. Passed graduate membership examination of the Institution of Electronics and Communication. Or passed associate membership examination Part 2 and Part 3 Section A and B of Aeronautical Society. Medical examination കൂടി ഉണ്ടായിരിക്കുന്നതാണ്. Candidate finally recommended by the Commission on the Basic Engineering Service shall be undergo medical examination. നിങ്ങൾ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കൽ എക്സാമിനേഷൻ നിർബന്ധമാണ്. അതുകൊണ്ട് മെഡിക്കൽ എക്സാമിനേഷൻ ഫിറ്റ്നസ് നിർബന്ധമായ ഒരു കാര്യമാണെന്ന് ശ്രദ്ധിക്കുക. ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സും കൊടുത്തിട്ടുണ്ട്. അപ്പൻഡിക്സ് 2 ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് കൊടുത്തിട്ടുള്ളത്. അപ്ലിക്കേഷൻ ഫീ ആയിട്ട് SC/ST PWD ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഫീ ഉണ്ടായിരിക്കുന്നതല്ല. ബാക്കിയുള്ള എല്ലാ കാൻഡിഡേറ്റ്സും 200 രൂപയാണ് ഫീ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. പേ ബൈ ക്യാഷ് ഓപ്ഷൻ കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സിസ്റ്റം ജനറേറ്റ് ചെയ്ത പേ സ്ലിപ്പുമായിട്ട് SBI കൗണ്ടറിൽ ചെന്ന് ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. ഹൗ ടു അപ്ലൈ, UPSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലിൽ കയറി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കൂ. നേരത്തെ പറഞ്ഞ പോലെ മോഡിഫിക്കേഷൻ ഇൻ OTR പ്രൊഫൈലും കൂടി കൊടുത്തിട്ടുണ്ട്. 15/10/2024 വരെ മോഡിഫൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ, ലിസ്റ്റ് ഓഫ് സർവീസ് ഐഡൻറ്റിഫൈഡ് സൂട്ടബിൾ ഫോർ PWD കാൻഡിഡേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വായിച്ചു നോക്കുക. ദർ വിൽ ബി നെഗറ്റീവ് മാർക്കിംഗ് 1/3 ആയിരിക്കും നെഗറ്റീവ് മാർക്കായിട്ട് കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇഫ് എ ക്വസ്റ്റ്യൻ ലെഫ്റ്റ് ബ്ലാങ്ക്, ദറ്റ് ഈസ് നോ ആൻസർ ഗിവൺ ബൈ ദ കാൻഡിഡേറ്റ്, ദർ വിൽ ബി നോ പെനോൾട്ടി ഫോർ ദാറ്റ് blank page. Engineering service examination will consist of 2 conventional type papers in engineering discipline with a duration of 3 hours and mark 600. Next one, stage 3 personal interview carrying 200 mark. Minimum qualifying mark in the stage 1 and the stage 2 may be fixed by the commission. Number of candidates be summoned to personal interview will be twice the number of vacancies to be filled. Conventional papers must be answered in English. Detailed of the syllabus stage 1 and stage 2 given as follows. Stage 1 category wise നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ സിവിൽ എഞ്ചിനീയറിംഗ്. പേപ്പർ 1 ജനറൽ സ്റ്റഡീസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആപ്റ്റിറ്റ്യൂഡ് 2 hours 200 മാർക്സ്. പേപ്പർ 2 സിവിൽ എഞ്ചിനീയറിംഗ് 3 hours 300 മാർക്ക്. അങ്ങനെ ടോട്ടൽ 500 മാർക്ക്. നെക്സ്റ്റ് വൺ സബ്ജക്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കാറ്റഗറി 2. പേപ്പർ 1 ജനറൽ സ്റ്റഡീസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആപ്റ്റിറ്റ്യൂഡ് 2 hours 200 മാർക്ക്. പേപ്പർ 2 മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 3 hours 300 മാർക്ക്. ടോട്ടൽ 500. കാറ്റഗറി 3 ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. പേപ്പർ 1 General Studies and Engineering Aptitude 2 hours 2 mark 200 mark. Electrical Engineering 3 hours 300 mark. Total 500 mark. Category 4 Electronics and Telecommunication Engineering. Paper 1 General Studies and Engineering 2 hours 200 mark. Electronics and Telecommunication Engineering 3 hours 300 mark. Total 500 mark. മെയിൻസ് സ്റ്റേജ് 2 മെയിൻസ് ആണ്. അതിലും കാറ്റഗറി വൈസ് കൊടുത്തിട്ടുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് കാറ്റഗറി. Civil Engineering Paper 1 3 hours 300 mark. Paper 2 Civil Engineering 3 hours 300 mark. Total 600 mark. Category 2 Mechanical Engineering. Paper 1 Mechanical Engineering 3 hours 300 mark. Paper 2 300 mark ആണ്. Total 600 mark. Category 3 Electrical Engineering. Electrical Engineering Paper 1 and 2 300 mark for each paper. 600 ആണ് ടോട്ടൽ വരുന്നത്. സ്റ്റേജ് 3 എല്ലാവർക്കും അറിയാം പേഴ്സണൽ ഇൻ്റർവ്യൂ ആണ്. 200 മാർക്കിലായിരിക്കും പേഴ്സണൽ ഇൻ്റർവ്യൂ. സ്റ്റാൻഡേർഡ്സ് ആൻഡ് സിലബസ് ഫോർ ഈച്ച് കാറ്റഗറി പ്രിലിംസ് ആൻഡ് മെയിൻസ് സ്പെസിഫിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പേപ്പർ 1 കാറ്റഗറി സിവിൽ എഞ്ചിനീയറിംഗ് പേപ്പർ 1ഉം പേപ്പർ 2ഉം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാറ്റഗറി 2 കാറ്റഗറി 3 കാറ്റഗറി 4 അങ്ങനെ 4 കാറ്റഗറിയിലുമായിട്ട് പേപ്പർ 1 പേപ്പർ 2 സിലബസ് സ്പെസിഫിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ നോട്ടിഫിക്കേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും ഈ നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചതിന് ശേഷം മാത്രമേ ഈ ജോലി അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. കാരണം ഒരുപാട് കണ്ടീഷൻസും ഒരുപാട് കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓൺലൈൻ ആപ്ലിക്കേഷൻ 8 October 2024 വരെ ഉണ്ടായിരിക്കുന്നതാണ്. OMR ഷീറ്റ് ഫീൽഡ് OMR ഷീറ്റ് കൂടി ഇതിൽ ഡെമോ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ സ്വന്തമായി അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ ഈ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതിയാവും. ഞങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ആയി അപ്ലൈ ചെയ്ത് തരുന്നതാണ്.